മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഉണ്ണിയെ കരുണയാണെങ്കിൽ വീൽ ചെയറിലിരുത്തി ഉന്തി റൂമിൽ കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, കരുണ നീ എന്നെ ഒന്ന് ബെഡിലേക്ക് കിടക്കാൻ സഹായിക്കുമെന്ന് പറയുമ്പം എനിക്കതിനൊന്നും നേരമില്ല. എന്തായാലും ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആ പൂജാമുറിയിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹം ജീവനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്, നിങ്ങളുടെ ഏട്ടൻ്റെ അസ്ഥി പുഴയിൽ ഒഴുക്കിയതിന് ശേഷം ആ വിഗ്രഹം ഒഴുക്കുമെന്നല്ലേ? ഇപ്പോൾ ഏതായാലും നിങ്ങളുടെ അസ്ഥി ആ മാർക്കോ പുഴയിൽ ഒഴുക്കാത്തത് ഏതായാലും നന്നായി എന്ന് പറയണം. അന്നേരം ഉണ്ണി വീണ്ടും പറയുന്നുണ്ട്, എന്നെ ഒന്ന് പിടിച്ച് കിടത്ത് കരുണാന്ന് പറയുമ്പം എനിക്കതൊന്നും പറ്റില്ല, ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലോട്ട് പോകുകയെന്ന് പറയണം. അന്നേരം ഉണ്ണി ചോദിക്കുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു ആവശ്യം വരുമ്പോഴല്ലേ നിൻ്റെ സഹായം വേണ്ടത്, അപ്പോൾ നീ വീട്ടിലേക്ക് പോകണേ എന്താണെന്ന് ചോദിക്കുമ്പം ഞാൻ അത്ര വലിയ നന്മമരമൊന്നും ആവാൻ തീരുമാനിച്ചിട്ടില്ല, ഞാൻ പോകുകയെന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ പരിഹസിച്ചുകൊണ്ട് കരുണ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് ഉണ്ണിക്ക് മനസ്സിലാവുന്നുണ്ട് ആവതില്ലാണ്ടായിട്ടുണ്ടെങ്കിൽ ആരും സഹായത്തിന് ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ പതിയെ പതിയെ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് കട്ടലിലേക്ക് കിടക്കുന്ന സമയത്ത് ഉണ്ണിക്ക് കാലൊക്കെ നല്ലോണം വേദന എടുക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണി ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കാണ്. എന്നിട്ട് ഉണ്ണി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ കാല് തല്ലി ഓടിച്ചാൽ ആ മാർക്കോയെ ഞാൻ വെറുതെ വിടാൻ പോണില്ല, അയാളെ കൊല്ലാൻ നോക്കിയെന്നും പറഞ്ഞാണല്ലോ അവനെൻ്റെ കാല് തല്ലി ഓടിച്ചത്, ഇനിയിപ്പോൾ ഞാൻ അയാളെ കൊല്ലാതെ പിന്മാറുന്ന പ്രശ്നമില്ല, ഇനിയും എൻ്റെ മുന്നിൽ അവസരം വരും, അന്ന് ഞാൻ അയാളെ കൊല്ലും, അതിനു മുമ്പായിട്ട് മാർക്കോയെ ഞാൻ കൊല്ലുമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ദേഷ്യത്തോടുകൂടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും ദുർഗയും താഴെ ഇരുന്ന് സംസാരിക്കുകയാണ്. കണ്ണൻ ദുർഗയോട് പോയ വഴിക്ക് നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പം ദുർഗ കണ്ണൻ്റെ മുന്നിൽ നല്ലതായിട്ട് വിഷമമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അത് ദുർഗയുടെ അഭിനയമാണോ ശരിക്കുമുള്ള സങ്കടമാണോ എന്നൊന്നും കണ്ണന് മനസ്സിലാവണില്ല. എന്നിട്ട് കണ്ണൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ശരിക്കും അമ്മയുടെ മോൻ്റെ കാലൊടിഞ്ഞിട്ട് അമ്മയ്ക്ക് അവൻ്റെ കാര്യത്തിൽ വിഷമമൊന്നുമില്ല, ഞാൻ എഴുന്നേറ്റ് നടക്കണ കണ്ടിട്ട് അമ്മ സന്തോഷത്തിലാണ് നിൽക്കണേ, പക്ഷേ ഇത് അമ്മയുടെ അഭിനയമാണോ എന്ന് എങ്ങനെ അറിയും, എന്തായാലും വരുന്നത് പോലെ കാണാം, കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും നിൽക്കണ്ടെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ദുർഗ പറയുന്നുണ്ട്, മോനെ കണ്ണ, എനിക്ക് അപ്പോഴേ ഒരു സംശയം ഉണ്ടായിരുന്നടാ, നിന്നെയും കൊണ്ട് അവൻ പോയി കഴിഞ്ഞതും ഞാൻ പല പ്രാവശ്യം അവന് ഫോൺ ചെയ്തു, പക്ഷേ അവൻ ഫോൺ എടുത്തില്ല, എൻ്റെ പേടി നിന്നെ അവനെ ആസ്പത്രിയിൽ എത്തിക്കുമോ എന്നുള്ളതായിരുന്നു, എന്തായാലും എൻ്റെ പേടി പോലെ തന്നെ സംഭവിച്ചു. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്നാലും അവനൊക്കെ എങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നണം അമ്മേ, സ്വത്തിനും പണത്തിനും വേണ്ടി മാത്രമാണ് അവൻ ജീവിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ ജീവന് ഒരു വിലയില്ലേ എന്ന് ചോദിക്കുമ്പം എന്ത് ചെയ്യാനാടാ മോനെ, അവന് അവൻ്റെ അമ്മാവിൻ്റെയും ആ മേഘൻ്റെയും സ്വഭാവമായി പോയി എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതിന് കാരണക്കാരി അമ്മ തന്നെയാണ്, അമ്മ അവനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് ഈ രീതിയിലാക്കിയത്, അവന് സ്വത്തിനോടും പണത്തിനോടും മാത്രമേ ആർത്തിയുള്ളൂ, എന്തായാലും അമ്മയെപ്പോലും അവൻ കൊല്ലാൻ മടിക്കൂല. അന്നേരം ദുർഗ പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് അതും തോന്നുന്നുണ്ട് മോനെ, ഇതിനെല്ലാം കൂട്ടുനിന്നാൽ അവളെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന്. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കരുണ അങ്ങോട്ട് വരുന്നുണ്ട്. കരുണ വന്നിട്ട് ദുർഗയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഞാനൊന്ന് വീട് വരെ പോവാന്ന് പറയുമ്പം നീ എന്തിനാ ഇപ്പോൾ വീട്ടിലേക്ക് പോകണേ, ഇവിടെ അവൻ സുഖമില്ലാതിരിക്കുമ്പോൾ നീ വീട്ടിലേക്ക് പോയി അങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുമ്പം എനിക്ക് പറ്റില്ല അമ്മേ, ഉണ്ണിയേട്ടനെ നോക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കാൻ, ഞാൻ എന്തായാലും മുത്തശ്ശിയുടെ അടുത്ത് വരെ ഒന്ന് പോയിട്ട് വരാം, മുത്തശ്ശിയോട് വിവരങ്ങളും പറയണ്ടേന്ന് ചോദിക്കുമ്പം ദുർഗ പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഇങ്ങോട്ട് വരാനേ പാടില്ല എന്ന് പറയുമ്പം അതെന്താ അമ്മ അങ്ങനെ പറയണേ. ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പം, അമ്മ പറഞ്ഞത് നേരല്ലേ, അവനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീ അവനെ ഇവിടെ ഇട്ടിട്ട് പോണത് ശരിയാണോ, എന്തായാലും അവൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ളതല്ലേ നീ എന്ന് പറയുമ്പം എനിക്കിപ്പോൾ ഉണ്ണിയേട്ടൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല, ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ദുർഗയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി അവളോട് ചോദിക്കുന്നുണ്ട്, നീയും കൂടെ അറിഞ്ഞുകൊണ്ടല്ലേടി അവൻ AC-യിൽ വിഷം നിറച്ചതെന്ന് ചോദിക്കുമ്പം ഈ കരുണയാണെങ്കിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നുള്ള മട്ടിൽ ഇങ്ങനെ പരിങ്ങി നിൽക്കുമ്പം ദുർഗ ചോദിക്കുന്നുണ്ട്, സത്യം പറയടി നീയും കൂടെ അറിഞ്ഞുകൊണ്ടല്ലേ അവനത് ചെയ്തതെന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ല അമ്മയെന്ന് പറയണു. അത് കേട്ടതും ദുർഗയാണെങ്കിൽ കർണൻ നോക്കി ഒന്ന് കൊടുത്തിട്ട് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം, പിന്നെ നിൻ്റെ മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നീ പറഞ്ഞേരെ, നിന്നെ ഞാനിവിടുന്ന് അടിച്ചിറക്കി വിട്ടതാണ്. അത് കണ്ടതും കണ്ണനാണിങ്ങനെ ഷോക്കായി പോകുന്നുണ്ട്. കണ്ണൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ദുർഗ ഈ കരുണയെ തല്ലൂന്ന്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, അമ്മ വേണ്ട, അവളൊരു അമ്മയാവാൻ പോണവളല്ലേ, അതുകൊണ്ട് അവളെ തല്ലണ്ട, ഇനിയിപ്പോൾ എന്നെ അവൾ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, തിരിച്ചടി കിട്ടിയത് അവർക്ക് തന്നെയല്ലേ, പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, ഇനിയും ഉണ്ണീനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഉപദേശിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവനൊന്നും ചെയ്യില്ല, പക്ഷേ മാർക്കോയും ലോപ്പസും ഉണ്ടല്ലോ, അവരവനെ വെറുതെ വിടാൻ പോണില്ല, അവനെ മാത്രമല്ല നിന്നെയും, എന്തായാലും മാർക്കോ ഇപ്പോൾ അവൻ്റെ ഒരു കാലേ ഓടിച്ചിട്ടുള്ളൂ, ഇനിയും അവൻ ഇതുപോലെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ 2 കാലും 2 കൈയും മാർക്കോ ഓടിക്കും, അത് നീ ഒന്ന് അവനോട് പറഞ്ഞു തരുമെന്ന്. ആ സമയത്ത് കരുണയാണെങ്കിൽ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. കരുണ പോയി കഴിഞ്ഞതും ദുർഗ പറയുന്നുണ്ട്, ഇവളും കൂടി ചേർന്നിട്ടാണ് മോനെ ഇങ്ങനെയൊക്കെ ചെയ്തത്, അല്ലാതെ ഉണ്ണി ഒറ്റയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇവൾക്ക് ഞാൻ അന്യനായിരിക്കും, പക്ഷെ അവനക്ക് ഞാൻ അവൻ്റെ സ്വന്തം ചേട്ടനല്ലേ, എന്നോട് ഇങ്ങനെ ചെയ്യുന്ന അവൻ നാളെ അമ്മയോട് ചെയ്യൂല എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോന്ന്. അന്നേരം ദുർഗയ്ക്കും ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജുവിനെ വിളിച്ച് ഈ മാർക്കോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടതും മഞ്ജു ചോദിക്കുന്നുണ്ട്, എന്നിട്ട് കണ്ണേട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാർക്കോ എന്ന് ചോദിക്കുമ്പം ഇല്ല മഞ്ജു, നിലവിൽ കുഴപ്പമൊന്നുമില്ല,
എന്നിട്ട് അയാൾ എന്ത് ചെയ്യും, അയാൾ അവിടെ ഉണ്ടോ എൻ്റെ ഉണ്ണിയേട്ടൻ എന്ന് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് അവനിപ്പോൾ കമലേശ്വരത്തുണ്ട്, അവന് കൊടുക്കേണ്ടതൊക്കെ ഞാൻ ശരിക്കും കൊടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് വിട്ടേക്കണേന്ന്. അന്നേരം മഞ്ജു ചോദിക്കുന്നുണ്ട് അയാളെ മാർക്കോ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം അവൻ്റെ ഒരു കാലം ഞാൻ ഒടിച്ചിട്ടുണ്ട്, എന്തായാലും കണ്ണൻ സാറ് വീൽ ചെയറിൽ എഴുന്നേറ്റൂലോ, അപ്പോൾ പിന്നെ ആ വീൽ ചെയർ വെറുതെ കിടന്ന് പോകണ്ടല്ലോ എന്ന് കരുതി അവനക്ക് ഞാൻ ആ വീൽ ചെയർ കൊടുത്തിട്ടുണ്ടെന്ന്. അത് കേട്ടതും മഞ്ജു പറയുന്നുണ്ട് അതേതായാലും നന്നായി, കുറേ കാലം കണ്ണേട്ടൻ വീൽ ചെയറിലല്ലേ ജീവിച്ചത്, അതിൻ്റെ സുഖം അവനും ഒന്നും അറിയട്ടെ, ഞാനിപ്പോൾ തന്നെ വീട്ടിലോട്ട് പോകുന്നുണ്ട്, കണ്ണേട്ടനെയും കാണണം, എനിക്ക് എൻ്റെ അമ്മേനെയും ഉണ്ണിയേട്ടനെയും ഒക്കെ ഒന്ന് കാണണം എന്നും പറഞ്ഞ് മഞ്ജു ഫോൺ വയ്ക്കുന്നുണ്ട്. ഫോൺ വെച്ചതും സാഗർ ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോവുകയാണെന്ന് ചോദിക്കുമ്പം പിന്നെ അല്ലാതെ എനിക്കിപ്പോൾ തന്നെ കണ്ണേട്ടനെയും കാണണം, അതുപോലെ അയാളോടും എൻ്റെ അമ്മ എന്ന് പറയുന്ന അവരോടും എനിക്ക് 4 വർത്താനം പറയാനുണ്ടെന്നും പറഞ്ഞ് മഞ്ജു സാഗറിനെയും കൂട്ടിക്കൊണ്ട് കമലേശ്വരത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇതേസമയം ദുർഗയാണെങ്കിൽ അടുക്കളയിൽ ഈ കണ്ണന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മഞ്ജു അങ്ങോട്ട് വരുന്നത്. മഞ്ജുവിനെ കണ്ടതും ദുർഗ ചോദിക്കുന്നുണ്ട് മോളെ എന്താ ഇപ്പോൾ വന്നേ, എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിശേഷമൊക്കെ ഇവിടെയല്ലേ, കണ്ണേട്ടനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് നിങ്ങളിപ്പോൾ എന്നോട് വിശേഷം ചോദിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ മോളെ നീ എന്തൊക്കെയാണ് പറയണേ, ഞാൻ കണ്ണനെ കൊല്ലാനൊന്നും ശ്രമിച്ചില്ല എന്ന് പറയുമ്പോൾ മതി നിങ്ങളുടെ അഭിനയം, നിങ്ങളും നിങ്ങളുടെ മോനും മരുമകളും കൂടിയല്ലേ AC-യിൽ വിഷം നിറച്ച് കണ്ണേട്ടനെ കൊല്ലാൻ നോക്കിയത്, എന്നിട്ട് നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്നിങ്ങനെ അഭിനയിക്കുകയാണോ, എന്നിട്ട് നിങ്ങളുടെ മോനെ എവിടെയെന്ന് ചോദിക്കണം. അന്നേരം ദുർഗ പറയുന്നുണ്ട് മോളെ എനിക്കതിലൊരു മനസ്സറിവും ഇല്ലടി, ഞാൻ അറിഞ്ഞില്ല, ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്താണ് ഈ സംഭവമൊക്കെ ഉണ്ടായെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ അഭിനയമാണെന്ന് എനിക്കറിയാം, എന്തായാലും നിങ്ങൾ മനഃപൂർവ്വം ഇവിടുന്ന് മാറി നിന്നതായിരിക്കും, നിങ്ങളുടെ മരുമകളും മകനും കൂടി ആയിരിക്കും എല്ലാം ചെയ്ത്, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നല്ല പുള്ളിയായിട്ട് നിൽക്കാമല്ലോ എന്നൊക്കെ പറയുമ്പം ദുർഗ പറയുന്നുണ്ട് ഇല്ല മോളെ, നീ എന്നെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എനിക്കിതിൽ പങ്കൊന്നുമില്ല, എന്തായാലും ഞാൻ അയാളെ ഒന്ന് കാണട്ടെ, മാർക്കോ അയാളുടെ ഒരു കാലല്ലേ എടുത്തോളൂ, ഇനിയും അയാൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ മാർക്കോ അയാളുടെ ബാക്കി കാലും കൈ എല്ലാം എടുത്തോളൂ എന്നും പറഞ്ഞ് മഞ്ജു ദേഷ്യത്തോടു കൂടി ഈ ഉണ്ണിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ കാലിൻ്റെ വേദന സഹിച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് മഞ്ജു ചെല്ലണത്. മഞ്ജു ചെന്നതും എന്താണോ താനിവിടെ ഇങ്ങനെ കിടക്കണേ, തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള കണ്ണേട്ടൻ എന്തിനാ തന്നെ ഇവിടെ കിടത്തിയേക്കണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്തിനാണ് ഇപ്പോൾ എൻ്റെ റൂമിലേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് തൻ്റെ റൂമൊന്നുമല്ല, ഇതെൻ്റെ കണ്ണേട്ടൻ്റെ വീടാണ്, കണ്ണേട്ടനെ കൊല്ലാൻ നോക്കിയിട്ട് താനിവിടെ കിടക്കണേ എന്തിനാ, തനിക്ക് തൻ്റെ ഭാര്യയോടെ പോകാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, നീ ഇപ്പോൾ എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നാലും താനൊരു മനുഷ്യനാണോടോ, സ്വന്തം അച്ഛനെ കൊന്നത് അമ്മാവനും പ്രതാപനാണെന്ന് അറിഞ്ഞിട്ടും പ്രതാപൻ്റെ മോളെ വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുവരാൻ തനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല, എന്നിട്ടും സ്വന്തം ചേട്ടനെ കൊല്ലാനാ നോക്കണം, കണ്ണേട്ടൻ്റെ ചെലവിൽ കഴിഞ്ഞുകൊണ്ട് കണ്ണേട്ടനെ കൊല്ലാൻ നോക്കണം, തനിക്കൊക്കെ പോയി ചത്തൂടെടോ, താൻ എന്തിനാ ഇങ്ങനെ ജീവിക്കണേന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഉണ്ണിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തന്നെ കിടക്കുന്നുണ്ട്. എന്നിട്ട് മഞ്ജു ദേഷ്യത്തോടു കൂടി താഴേക്ക് ഇറങ്ങി പോയിട്ട് കണ്ണനെ കാണുന്നുണ്ട്. കണ്ണൻ്റെ അടുത്ത് എന്നതും എന്താ ഇടി നീ അമ്മേനെയും ഉണ്ണിനെയും കണ്ടു എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഞാൻ വയറ് നിറച്ച് കൊടുത്തിട്ടാണ് വന്നേ, എന്നാലും കണ്ണേട്ടൻ ഒരു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്, ആ സമയത്ത് മാർക്കോ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ കണ്ണേട്ടൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു, എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റണില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അത് ദൈവത്തിൻ്റെ സഹായ, ഇതിനു മുമ്പും പല പ്രാവശ്യം ഇവരെല്ലാവരും ചേർന്ന് എന്നെ മഹിയം കൊല്ലാൻ ശ്രമിച്ചപ്പോഴും ദൈവം ആരെയെങ്കിലും പറഞ്ഞു വിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നീ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചോ, ഞങ്ങളെ അങ്ങനെ ആർക്കും പെട്ടെന്ന് കൊല്ലാനൊന്നും പറ്റൂല, ഇനിയിപ്പോൾ ഞങ്ങളെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടി കിട്ടുന്നത് അവർക്ക് തന്നെയായിരിക്കും. അന്നേരം മഞ്ജു ചോദിക്കുന്നുണ്ട് ഇനിയും അയാളുടെ ഭാര്യേനെ ഇവിടെ നിർത്താനാണോ കണ്ണേട്ടൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പം തൽക്കാലം ഞാനൊരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല, എന്തായാലും അധികം വൈകാതെ അവൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും. ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട് ഇനി എന്തിനാ കണ്ണേട്ടാ തീരുമാനം എടുക്കാൻ വൈകണേ, ഇപ്പം തന്നെ അയാൾ എന്തൊക്കെയാണ് ചെയ്തേക്കണേ, ഇനിയും അയാൾ ഇവിടെ നിർത്തണമെന്ന് എനിക്ക് അഭിപ്രായമില്ല, ഇപ്പം തന്നെ അയാൾ ഇവിടുന്ന് ഇറക്കി വിട് കണ്ണേട്ടാന്ന് പറയുമ്പം ഇപ്പം അവൻ കാല് മേലാണ്ടിരിക്കുകയല്ലേ, എന്തായാലും തൽക്കാലം അവനിവിടെ നിൽക്കട്ടെ, കുറച്ച് ദിവസവും കൂടി അവനെ ഞാനിവിടെ നിർത്തും, അതിനുശേഷം മഹാലക്ഷ്മിയും കുഞ്ഞും കൂടി വരാറായി കഴിഞ്ഞാൽ അവനെയും അവളെയും എല്ലാവരെയും ഞാനിവിടുന്ന് പുറത്താക്കും എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഏടത്തി വന്നതിന് മുമ്പ് എല്ലാത്തിനെയും പുറത്താക്കണതായിരിക്കും ഏടത്തിക്കും കുഞ്ഞിനും നല്ലത്, എന്തായാലും എൻ്റെ അമ്മയും വിശ്വസിച്ച് കണ്ണേട്ടനെ ഇവിടെ നിർത്തുമൊന്നും വേണ്ടാന്ന് പറയുമ്പം അമ്മയ്ക്കിപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണ പോലെയൊന്നും അല്ല, അമ്മയ്ക്കിപ്പോൾ എന്നോട് നല്ല സ്നേഹമാണെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് എൻ്റെ അമ്മേനെ എനിക്കറിയാത്തതാണോ കണ്ണേട്ടാ, ഇതൊക്കെ അമ്മയുടെ വെറും അഭിനയം മാത്രം, അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മയും കണ്ണേട്ടനെയും എടുത്തിനെയും കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും കണ്ണേട്ടനെ അനുസരിക്കണം, എത്രയും പെട്ടെന്ന് ഇവരെ എല്ലാവരെയും ഇവിടുന്ന് അടിച്ചിറക്കി വരണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയാണ്. കരുണയാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നതും മുത്തശ്ശി അത്ഭുതത്തോടുകൂടി മോളെന്താ ഒറ്റയ്ക്ക് വന്നേ, ഉണ്ണിക്കുട്ടൻ എന്തേന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിക്കുട്ടൻ അവിടെ കാലൊടിഞ്ഞ് വീൽ ചെയറിൽ ഇരിക്കുക എന്ന് പറയണു. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് മോളെ നീ എന്തൊക്കെയാണ് പറയണേ, ഉണ്ണിക്കുട്ടൻ എന്ത് പറ്റിയിട്ടാണ് കാലൊടിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറ്റിയതൊന്നും അല്ല, ആ മാർക്കോ അയാളുടെ കാല് തല്ലി ഓടിച്ചതാണ്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് മാർക്കോ എന്തിനാ വെറുതെ അവൻ്റെ കാല് തല്ലി ഓടിച്ചതെന്ന് ചോദിക്കുമ്പോൾ വെറുതെ ഒന്നും അല്ല, അയാൾ കണ്ണേട്ടനെ കൊല്ലാൻ നോക്കി, അതിന് വേണ്ടിയിട്ടാണ് മാർക്കോ കാല് തല്ലി ഓടിച്ച. പിന്നെ വേറൊരു
സന്തോഷ വാർത്തയും കൂടി ഉണ്ട് മുത്തശ്ശി എന്ന് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചതും അയാളില്ലേ ആ കണ്ണൻ, അയാൾ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയത്. അത് കേട്ടതും ഈ മുത്തശ്ശിക്കാണെങ്കിൽ എൻ്റെ മോളിത് അറിഞ്ഞോ, ഇത്രയും നാളും മോളറിയാതെ മറിച്ച് വെച്ച രഹസ്യം മോളിപ്പോൾ എങ്ങനെ അറിഞ്ഞതെന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലും കരുണയുടെ അടുത്ത് അതൊന്നും കാണിക്കണില്ല. കരുണയോട് ചോദിക്കുന്നുണ്ട്, നേരാണോ മോളെ നീ പറയണേ, എന്നാ അവൻ നടന്നു തുടങ്ങിയെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല, കുറേ നാളായി എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇന്ന് കാറിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് നടന്നു വന്നപ്പോഴാണ് ഞാനും അമ്മയും സത്യങ്ങൾ അറിഞ്ഞത്. അന്നേരം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് വലിയൊരു കഷ്ടമായി പോയല്ലോ മോളെ എന്ന് പറയുമ്പം എന്ത് കഷ്ടം, ഇത്രയും നാളും മഹാലക്ഷ്മിയുടെ ഭർത്താവ് വീൽ ചെയറിലാണല്ലോ എന്നുള്ള ഒരു സന്തോഷമെങ്കിലും എനിക്കുണ്ടായിരുന്നു. ഇതിപ്പോൾ അതും പോയി. ഇനിയിപ്പോൾ ലക്ഷ്മിയും കണ്ണനും കുഞ്ഞും സന്തോഷമായിട്ട് ജീവിക്കണം കണ്ട് ഞാൻ അവിടെ ജീവിക്കണം. എനിക്ക് അങ്ങനെ അവിടെ ജീവിക്കാൻ പറ്റില്ല മുത്തശ്ശി, അതുകൊണ്ട് തന്നെ ഞാനിനി അങ്ങോട്ട് പോകണില്ല എന്ന്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിക്ക് വെള്ളമായിട്ട് ദുർഗ ചെല്ലാണ്. ആ സമയത്ത് ഉണ്ണി അമ്മ എന്നെ ഒന്ന് പിടിച്ചെണിപ്പിച്ചതെന്ന് പറയുമ്പം എന്തിടാ നിൻ്റെ ഭാര്യ എന്തി, അവൾ ഈ അവസ്ഥയിൽ നിന്നെ ഇവിടെ ഇട്ടിട്ട് അവളുടെ മുത്തശ്ശീനെ കാണാൻ പോയേക്കണു, അവളൊക്കെ ഒരു പെണ്ണാണോടാന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിയാണെങ്കിൽ മറുപടി ഒന്നും പറയണില്ല. എന്നിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, എന്നാലും നീ എന്തിനാടാ ഇപ്പം ഇതുപോലൊരു മണ്ടത്തരം ചെയ്തതെന്ന് ചോദിക്കുമ്പം അതെന്താ അമ്മ അങ്ങനെ ചോദിക്കണേ, അയാളുടെ സ്വത്ത് എനിക്ക് കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, അതെനിക്ക് കിട്ടണ വരെ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, ഇനി നീ ആവശ്യമില്ലാത്തതിന് നിൽക്കാതെ കണ്ണനെയും മഹാലക്ഷ്മിയെയും സ്നേഹിച്ച് നിൽക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടതെല്ലാം കണ്ണൻ തരൂടാന്ന് പറയുമ്പം എനിക്കങ്ങനെ അയാളുടെ ഔദാര്യമായിട്ടൊന്നും വേണ്ട, എനിക്ക് കിട്ടേണ്ട സ്വത്തെല്ലാം എനിക്ക് തന്നെ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചത്, ഇനിയും ഞാൻ അങ്ങനെ തന്നെ ജീവിക്കുള്ളൂ, ഇനി ഒരു അവസരം കിട്ടിയാലും ഞാൻ അയാളെ കൊല്ലാൻ നോക്കുന്നു. അത് കേട്ടതും ദുർഗ പറയുന്നുണ്ട്, ഇനിയും നീ കണ്ണനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കൊല്ലണത് ഞാൻ തന്നെയായിരിക്കും, നിനക്ക് ഞാൻ വലിയ വിഷവും തന്നു കൊല്ലും, അല്ലെങ്കിൽ മാർക്കോ തന്നെ നിന്നെ കൊന്നോളൂ. അത് കേട്ടതും ഈ ഉണ്ണിയാണെങ്കിൽ ദേഷ്യത്തോടുകൂടി ദുർഗയുടെ നേരെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അമ്മയുടെ മോൻ ഞാനാണോ അയാളാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ നിന്നേക്കാളും വലുത് അവൻ തന്നെയാടാന്ന് പറയുന്നു. അത് കേട്ടതും ഉണ്ണി ഇങ്ങനെ ദേഷ്യത്തോടുകൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും ഉണ്ണി കണ്ണനെ കൊല്ലണം എന്നുള്ള ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.